നമസ്കാരം. മോദിയുടെയും ബി.ജെ.പിയുടെയും ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണ മോഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനവിധി വന്നിരിക്കുകയാണല്ലോ. 400 കടന്നേക്കുമെന്ന ബി.ജെ.പിയുടെ പ്രഡിക്ഷനുകളെല്ലാം അപ്പാടെ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി മോദിയും പരിവാരങ്ങളും തള്ളിമറിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഇപ്പോൾ അവർക്ക് തിരിച്ചടിയായി മാറിയത്. ഇത്തവണ വോട്ടട്ടിമറി നടത്താനുള്ള ബി.ജെ.പിയുടെ ശ്രമങ്ങളും അമ്പേ പാളിപ്പോയി. ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ നോക്കുമ്പോൾ 240 സീറ്റുകളിൽ മാത്രമാണ് ബി.ജെ.പിയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ.ഡി.എ സഖ്യത്തിനാണെങ്കിൽ 300-ൽ താഴെ സീറ്റുകൾ മാത്രമാണുള്ളത്. ഇനി തീരുമാനങ്ങൾ എടുക്കുന്നത് എൻ.ഡി.എ ബി.ജെ.പി ഇതര കക്ഷികളാണ് തുടർഭരണം കൊടുക്കേണ്ടതുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടി, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ്, ശിവസേന അജിത് പവാർ പക്ഷം, ലോക് ജനതാ ശക്തി പാർട്ടി ഉൾപ്പെടെ പ്രാദേശിക കക്ഷികൾ ചേർന്ന എൻ.ഡി.എ മുന്നണിയിൽ ഇവരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഭരണത്തിൽ കയറിയാൽ ബി.ജെ.പിയുടെ തന്നിഷ്ട ഭരണവും നയരൂപീകരണങ്ങളെല്ലാം അസാധുവാകും. പ്രാദേശിക പാർട്ടികളുടെ സപ്പോർട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി ബി.ജെ.പിയും നരേന്ദ്രമോദിയും കുമ്പിട്ട് നിൽക്കുന്ന കാഴ്ചയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. മറ്റൊരു കാര്യം, ഇന്ത്യ മുന്നണിയിലേക്ക് ഈ പാർട്ടികൾ ചാഞ്ചാടിയാൽ ബി.ജെ.പിക്ക് പ്രതിപക്ഷ സ്ഥാനമെങ്കിലും ഉറപ്പിക്കാം. നരേന്ദ്രമോദി സർക്കാരിന്റെ കുത്തഴിഞ്ഞ ഭരണത്തിൽ ജനങ്ങളുടെ എതിർപ്പിന്റെ നേർചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമായി കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. കടുത്ത സർക്കാർ വിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. മോദിയും പരിവാരങ്ങളും എഴുന്നള്ളിച്ച ഊതിപ്പെരുപ്പിച്ച വികസന നേട്ടങ്ങളെ കണക്കുകൾ ജനം തള്ളിക്കളഞ്ഞു. ഹിന്ദുത്വ അജണ്ടയെ ഉപേക്ഷിച്ചുകൊണ്ട് ജനം രാമക്ഷേത്രം പണിത അയോധ്യയിൽ പോലും ബി.ജെ.പിയെ തോൽപ്പിച്ചു. എക്സിറ്റ് പോളിംഗിലൂടെ പുറത്തു വന്ന ഫലങ്ങൾ തെറ്റാണെന്ന് കാണിക്കുന്ന വിധിയാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാൻ സാധിക്കുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ രാമക്ഷേത്രത്തിലൂടെ നേട്ടമുണ്ടാകുമെന്ന് വിചാരിച്ച നീക്കങ്ങളും ബി.ജെ.പിക്ക് തുണയായില്ല. ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്കുണ്ടായ ആ തകർച്ച അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യ മുന്നണിക്ക് 235 സീറ്റുകളിലാണ് മേൽക്കൈയുള്ളത്. കോൺഗ്രസ് 100 സീറ്റോളം നേടി ഉള്ള നില മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തിരുപ്പൂരും നാഗപട്ടണത്തും CPI സ്ഥാനാർത്ഥികളായ കെ സുബ്ബരായൻ, വൈ സെൽവരാജ് എന്നിവർ ജയിച്ചു. CPM-ലെ കെ രാധാകൃഷ്ണൻ ആലത്തൂരും, സച്ചിദാനന്ദ എം ദിഡിഗലും, വെങ്കടേശ്വര മധുരയിലും, അമ്രാറാം സിക്കാർ രാജസ്ഥാനിലും ജയിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കാതലായ മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കും. അവരുടെ നിലപാടുകളും നിർണായകമാകും. എന്നാൽ എൻ.ഡി.എ മൊത്തത്തിൽ ഡാമേജ് ആക്കിക്കൊണ്ട് സർക്കാർ രൂപീകരണത്തിന് ഇന്ത്യ സഖ്യം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കരക്കമ്പിയും ശക്തമാണ്. ഇതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം ബി.ജെ.പിയുടെ ഒറ്റയ്ക്കുള്ള സർക്കാർ രൂപീകരണ സാധ്യതകൾക്ക് മങ്ങലേൽക്കുകയും ഇന്ത്യ സഖ്യം കൂടുതൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതോടുകൂടി വൻതോതിലുള്ള രാഷ്ട്രീയ പിന്നാമ്പുറ നീക്കങ്ങൾക്കാണ് രാജ്യ തലസ്ഥാനം സാക്ഷിയാകാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ബി.ജെ.പിക്ക് കാര്യങ്ങളൊക്കെ ഇനി വലിയ കഷ്ടപ്പാടായിരിക്കും.